നെഞ്ചുപൊട്ടുന്ന ഈ കാഴ്ച നിങ്ങളാരും കാണാതെ പോകരുത് പ്രിയപ്പെട്ടവർ. വല്ലാത്തൊരു സങ്കടകരമായ കാഴ്ചയാണ്. മുതഅല്ലിമായ 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പൊന്നുമോൻ ജീവൻ രക്ഷിക്കാൻ ആ മാതാപിതാക്കൾ നിറകണ്ണുകളോടെ നമ്മുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് ഞങ്ങളോടൊപ്പം ഈ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകണേ. മുഹമ്മദ് മുനീബ് താലിമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകനാണ്. എനിക്ക് ആലിമായി എൻ്റെ കണ്ടുകൊണ്ട് എനിക്ക് കാണണം. ഈ മകന് എല്ലാ രോഗവും സുഖപ്പെട്ട് അസുഖം മാറി നല്ലതായി ജീവിക്കുന്നതായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിന് കാണണം. അതുകൊണ്ട് നിങ്ങൾ ഈ മകൻ്റെ സഹായത്തിന് ലോക സമരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കഴിയുന്ന സഹകരണങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്യണമെന്ന് അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങളോട് യാചിക്കുന്നു. കാരണം ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല, ഉദ്ദേശിച്ച ആളല്ല. എൻ്റെ ഫാമിലിനെ ഇരുത്തി സംസാരിക്കാൻ ഉദ്ദേശിച്ച ആളോ അല്ല, അത് ഇഷ്ടപ്പെടുന്ന ആളോ അല്ല. എല്ലാവരും അതാരും ഇഷ്ടപ്പെടുകയുമില്ല. ഞാൻ മയിലാട്ടി ദർശനം പഠിക്കുന്നുണ്ട്. എനിക്ക് അവിടെ നിന്ന് മാരകമായ അസുഖമാണ്. ഇപ്പോൾ ഇവിടെ നടക്കാൻ പറ്റാത്ത കടത്തത്തിൽ എല്ലാവരും സഹായിക്കണം, ദുആയിരിക്കണം. എനിക്കെൻ്റെ ഉപ്പാൻ്റെ ഉമ്മൻ്റെ കണ്ണുനീർ കാണാൻ പറ്റുന്നില്ല. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. എനിക്ക് പഠിച്ച് വലിയ ആലിമാവും താലിബും. അസ്സലാമു അലൈക്കും. ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്, കാത്തിരിപ്പുണ്ട് ഇവനൊരു മയ്യത്താകും നാളതും. ഞങ്ങൾ ഫാമിലി എല്ലാവരും അടക്കം ഒരു 10-30 ആൾ, നമ്മൾ ഫാമിലി മാത്രം അങ്ങനെ സിയാറത്ത് ടൂർ പോയി. ബസ്സിൽ വെച്ച് മൈക്കെല്ലാം ഉണ്ട്. അവസാനമായിട്ട് ബസ്സിൽ നിന്ന് പാടിയത് മരണത്തെ കുറിച്ചിട്ടുള്ള പാട്ട് തന്നെയാണ്. അത് എനിക്കിപ്പോൾ മനസ്സിൽ പോകുന്നില്ല. പിന്നെ അവൻ ദർശനം ആരോഗ്യത്തിൽ എനിക്ക് തിരിച്ചു കിട്ടി. എൻ്റെ മകനും താലിമായി ജീവിക്കുന്നത് എനിക്ക് കാണണം. പ്രിയപ്പെട്ടവർ നമസ്കാരം. ഞാൻ ജാബിർ നിസാമിയാണ്. ഇങ്ങനെയാണ് സത്യത്തിൽ എനിക്ക് അവതരിപ്പിക്കേണ്ടതെന്ന് അറിയില്ല പ്രിയപ്പെട്ടവരെ. മുതഅല്ലിമായി അള്ളാഹുവിന്റെ ദീൻ പഠിക്കേണ്ട, ഇൽമ പഠിക്കേണ്ട ഈ പൊന്നുമോൻ മുതഅല്ലിമായി പഠിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് മുനീബ് എന്ന 13 വയസ്സ് മാത്രം പ്രായമുള്ള കൊടക് ജില്ലയിലെ അയ്യങ്കേരി എന്ന് പറയുന്ന പ്രദേശത്തുള്ള അസീസ് സഅദി എന്ന ഈ പണ്ഡിതന്റെ പൊന്നുമോൻ ഇന്ന് മാരകമായ വളരെ ഗുരുതരമായ സാർക്കോമ എന്ന് പറയുന്ന ക്യാൻസർ ബാധിച്ചിട്ട് ആ കാലിന്റെ ഭാഗം തളർന്നു കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. വല്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ വീട്ടിലൊക്കെ 13 വയസ്സും 10 വയസ്സുള്ള മക്കളൊക്കെ ഓടിച്ചാടി കളിക്കേണ്ട പ്രായത്തില് ഇത്രയും മാരകമായ രോഗം ബാധിച്ച് വല്ലാത്ത പ്രയാസപ്പെടുന്ന ഈ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, പരമാവധി സഹായിക്കണം. ഇത് കാണുന്ന ആളുകളോട് സാമ്പത്തികമായ സഹായത്തിന് മുമ്പ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ പൊന്നുമോൻക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം, നിങ്ങൾ സഹായിക്കണം. ഈ പണ്ഡിതന്റെ ദുആ നിങ്ങൾക്കുണ്ടാകും. ആ ഉമ്മയുടെ പൊട്ടിക്കരഞ്ഞുള്ള ആ ഒരു കണ്ണുനീര് നമുക്ക് ആർക്കും കാണാൻ പറ്റുന്നില്ല. ഈ പൊന്നുമോൻക്ക് ചികിത്സ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. 20 ലക്ഷത്തിലേറെ രൂപയാണ് നമുക്ക് സമാഹരിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരു നാട് മുഴുവനും നിന്ന് നമ്മുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുകയാണ്. ജാബിർ നിസാമിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥത അറിയുന്നത് കൊണ്ട് തന്നെ കൂടെ ചേർന്ന് നിൽക്കാൻ കൂടുതൽ താല്പര്യപ്പെടാറുണ്ട്. ഉസ്താദ് അവറുകളുടെ അപേക്ഷയുമൊക്കെ കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നി. അതിനേക്കാൾ ഉപരി പ്രിയപ്പെട്ട ആത്മസുഹൃത്താണ് അബ്ദുൽ അസീസ് സഅദി. അവരുടെ മുതഅല്ലിമായ ഒരു പൊന്നുമോനെ ചേർത്തി പിടിച്ചുകൊണ്ടുള്ള ചിത്രം ഓരോരുത്തരുടെ കയ്യിലും കാണുമ്പോൾ വല്ലാതെ സങ്കടം തോന്നി. പ്രത്യേകിച്ചൊരു മുതഅല്ലിമായ പൊന്നുമോനാണ്. ഞാൻ ഇന്നേ വരെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത ഒരു മാരക രോഗമാണ് കുഞ്ഞിന് ബാധിച്ചിട്ടുള്ളത് എന്നറിഞ്ഞപ്പോൾ വളരെ സങ്കടവും. ആ പൊന്നുമോൻ്റെ ഉസ്താദ് 3 വർഷത്തോളമായി പൊന്നുമോനക്ക് അധ്യാപനം നടത്തുന്ന പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ മനമുരുകിയുള്ള അപേക്ഷയും കേട്ടപ്പോൾ വല്ലാത്ത സങ്കടത്തോടു കൂടെയാണ് എനിക്ക് സത്യത്തിൽ
എങ്ങനെ ഈ വീഡിയോക്ക് മുന്നിൽ നിന്ന് സംസാരിക്കണമെന്ന് പോലും അറിയുന്നില്ല. സംസാരിക്കുന്ന അബ്ദുൽ ഖാദർ തങ്ങൾ ഏങ്കേരി മഹല്ല് പ്രസിഡന്റാണ്. പ്രിയപ്പെട്ട മുനീബ് എന്ന സഹോദരന് വേണ്ടി ഈ പൊന്നുമോന് വേണ്ടിയിട്ട് ചികിത്സാർത്ഥ ബഹുമാനപ്പെട്ട നിസാമി ഉസ്താദിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ വിനീതനാണ് ആദ്യമായി ഈ കുട്ടിയുമായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. മംഗലാപുരത്തെ ഡോക്ടർമാർ എല്ലാവരും കൈയൊഴിഞ്ഞു. കാരണം അവർ ഈ കുട്ടിനെ കൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് പറ്റാത്ത രൂപത്തിലായപ്പോഴാണ് 5 വർഷത്തോളം ക്യാൻസറുമായി ബന്ധപ്പെട്ട ചികിത്സ നടത്തിയ ഡോക്ടർ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഇത് 2ാമത്തെ കേസാണ്. ലക്ഷക്കണക്കിന് ക്യാൻസർ പേഷ്യൻറ്റിനെ ചികിത്സിച്ച ഡോക്ടർ ഇത് 2ാമത്തെ കേസാണ്. അത്രയും മാരകമായ രോഗമാണ്. ഖത്തീബായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മഹല്ലത്തിൽപ്പെട്ട അബ്ദുൽ അസീസ് സാദി ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട അള്ളാഹുവിൻ്റെ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമായ മുനീബ് ഇന്ന് വലിയൊരു രോഗം ബാധിച്ച് വലിയൊരു പ്രയാസത്തിലാണ്. ആ പ്രിയപ്പെട്ട മകനെ നിങ്ങളെല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ, നിങ്ങളെ കൊണ്ട് ഏത് രൂപത്തിലാണോ സഹായിക്കാൻ പറ്റുന്നത് ആ രൂപത്തിൽ നിങ്ങളെല്ലാവരും സഹായിക്കണം. മുഹമ്മദ് റാഫി മമി കാമിൽ സഖാഫിയാണ്. ഞങ്ങളെപ്പോലത്തെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിലേക്ക് വെളിച്ചം തന്ന് ഞങ്ങളെപ്പോലത്തെ നൂറുകണക്കിന് മക്കളെ, ഈ നാട്ടിലെ ഒരുപാട് ആലിമീങ്ങളെ ഇൽമിൻ്റെ വഴിയിലേക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഞങ്ങളൊക്കെ പ്രിയപ്പെട്ട ഉസ്താദല്ല, ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പയായ അബ്ദുൽ അസീസ് സാദി ഉസ്താദ് തൻ്റെ മകനെയും താൻ നാട്ടിലെ മക്കളെ വളർത്തിയതുപോലെ ആലിമാക്കണമെന്ന സ്വപ്നത്തിൻ്റെ ആ വലിയ സാക്ഷാത്കാരത്തിനിടയിലാണ്. നല്ല പ്രിയപ്പെട്ടവരെ, എനിക്കുമുണ്ടൊരു പൊന്നുമോൻ. വർഷങ്ങളായി ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്ന എൻ്റെ പൊന്നുമോൻ പലപ്പോഴും ഉപ്പ എനിക്ക് വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മകൻ എന്നോട് പറഞ്ഞതെന്നറിയോ? ഉപ്പ, ഈ ഉപ്പാന്റെ നാവ് എനിക്ക് തരുമോ? എൻ്റെ നാവ് നിങ്ങളെടുക്കൂ ഉപ്പ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും പറ്റില്ലല്ലേ പ്രിയ